ഇപ്പോഴത്തെ സബ് ടൈറ്റിലിംഗ് ചെയ്യുന്ന കുട്ടികൾക്ക് തന്നെ അറിയില്ല അത്. 2-3 ദിവസം ഇരിക്കേണ്ടി വരും, രാവിലെ തൊട്ട് രാത്രി വരെ. നീലക്കുയിലാണ് ഞാൻ ആദ്യം ആർക്കൈവ്സിലാണ് ചെയ്തത്, ഞാൻ പൂനെയിലത്. രസമായിരുന്നു, പക്ഷേ പാട്ടുകളൊക്കെ നല്ല വിഷമമുണ്ടായിരുന്നു കേട്ടോ. ഒരുപക്ഷെ അങ്ങനെ ആരും കൈവയ്ക്കാത്തൊരു മേഖലയായ സബ് ടൈറ്റിലിംഗ്, സിനിമയുടെ സബ് ടൈറ്റിലിംഗ് ഇന്നത് കോമൺ ആണ്. പക്ഷെ കാലങ്ങൾക്ക് മുമ്പേ, പതിറ്റാണ്ടുകൾക്ക് മുമ്പേ സിനിമയുടെ സബ് ടൈറ്റിലിംഗ് ഞങ്ങളൊക്കെ ഒരു പഴയ മെഷീനിലാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴത്തെ സബ് ടൈറ്റിലിംഗ് ചെയ്യുന്ന കുട്ടികൾക്ക് തന്നെ അറിയില്ല അത്. എന്താ വെച്ചാൽ ഞാൻ ഈ മനോരഥങ്ങളിൽ ചെയ്തപ്പോൾ എനിക്കത് ടെക്നിക്കൽ സൈഡ് ചെയ്ത് തന്ന എറണാകുളത്ത് നിന്ന് 2 കുട്ടികളാണ്. അപ്പോൾ അവർ തന്നെ കണ്ടിട്ടില്ല ആ മെഷീനൊന്നും. ഞങ്ങൾ ആദ്യം സബ് ടൈറ്റിലിംഗ് ചെയ്യുമ്പോൾ ഒരു സ്റ്റുഡിയോയിൽ പോയിട്ട് വലിയൊരു സാധനമാണ് ആ മെഷീൻ. അതിൻ്റെ പേര് ഞാൻ പറഞ്ഞു, ബെക്സ്റ്റീൻ എന്തോ ഒരു. അതിൽ ടെക്നീഷ്യൻ്റെ കൂടെ ഡിപ്പെൻഡിങ് ഓൺ ദ ലെങ്ത് ഓഫ് ദ ഫിലിം 2-3 ദിവസം ഇരിക്കേണ്ടി വരും, രാവിലെ തൊട്ട് രാത്രി വരെ. എന്നിട്ട് ഓരോ ഫ്രെയിമായിട്ട് അയാൾ കാണിച്ചു തരും. ഇത് ടൈമിങ് നമ്മൾ എഴുതിയിരിക്കണം ഓരോ സെൻറ്റൻസിനും. എന്നിട്ട് അത് വീട്ടിൽ പോയിട്ട് നമ്മൾ തന്നെ അതിൻ്റെ സ്ക്രിപ്റ്റ് ഉണ്ടാക്കി എന്നിട്ട് വേണം സബ് ടൈറ്റിൽ ചെയ്യാൻ. സബ് ടൈറ്റിലിംഗ് കൊടുക്കും ആ പർട്ടിക്കുലർ ടൈം ഫ്രെയിമിൽ. ഇപ്പം അതൊക്കെ നമുക്ക് ലേസർ സബ് ടൈറ്റിലിംഗ് അല്ലേ. അപ്പം ഈ 2 വരി ഏകദേശം ഒന്ന് എണ്ണിയാൽ മതി, നമ്പർ ഓഫ് ലെറ്റേഴ്സ് ഇൻക്ലൂഡിങ് പങ്ക്ച്വേഷൻ. നീലക്കുയിലും കുമ്മാട്ടിയും. നീലക്കുയിലാണ് ഞാൻ ആദ്യം ആർക്കൈവ്സിലാണ് ചെയ്തത്, ഞാൻ പൂനെയിലത്, PK നായരുടെ കൂടെ. അപ്പോൾ നീലക്കുയിലാണ് എനിക്ക് തന്നത് ആദ്യം ചെയ്യാൻ. രസമായിരുന്നു, പക്ഷേ പാട്ടുകളൊക്കെ നല്ല വിഷമമുണ്ടായിരുന്നു കേട്ടോ. പാട്ടുകളൊക്കെ സബ് ടൈറ്റിൽ. പിന്നെ എല്ലാ പാട്ടുകൾ അവർ വേറെ തരും, ഒരു ലിസ്റ്റ് തരും. കുമ്മാട്ടി ചെയ്തു അതുപോലെ അതൊക്കെ അവർ തരും. സബ് ടൈറ്റിലിംഗിലെ ഗുരു ആരാണ്? അവിടെ ആർക്കൈവ്സിലൊരു സ്ത്രീയുണ്ട്, ഒരു ബംഗാളി സ്ത്രീ, ഗായത്രി ചാറ്റർജി. അവരാണ് പറഞ്ഞത്, വരൂ ഞങ്ങൾക്ക് മലയാളത്തിന് ആൾക്കാരില്ല എന്ന് പറഞ്ഞു. അവരെ ഞാൻ മീറ്റ് ചെയ്തു. ഒരു കൊല്ലം ഫിലിം അപ്രിസിയേഷൻ കോഴ്സില്ലേ, അതൊരു കൊല്ലം ചെന്നൈയിൽ നടത്തി. അപ്പം ഞാനത് അറ്റൻഡ് ചെയ്തു. അപ്പോഴാണ് ഞാൻ ഗായത്രിയെ കണ്ടത്. അപ്പം അങ്ങനെ കോൺവെർസേഷനിൽ വന്നത്, ഇൻട്രസ്റ്റ് ഉണ്ടോ, വരൂ പൂനെയിൽ വന്നാൽ ഞാൻ പഠിപ്പിച്ചു തരാം, 4 ഫിലിം ചെയ്യാം അവിടെ. ആദ്യം അവിടെ ചെയ്തത് നീലക്കുയിലും അമ്മ അറിയാനുമാണ്, ജോൺ എബ്രഹാമിൻ്റെ. പിന്നെ ഓരോരുത്തരായിട്ട് കിട്ടി. അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം കാണാം നരേറ്റീവ് യൂട്യൂബ് ചാനലിൽ.